ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പർ ലിപ്പ് ഹെയർ റിമൂവൽ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലതെന്ന് വെച്ചാൽ വാക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ വാക്സിങ് സ്ട്രിപ്പ് ആണെങ്കിലും സെയിം എഫക്റ്റ് ആണ്, നല്ലൊരു പെയിൻ ഫീൽ ചെയ്യും. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് റെഡ്നെസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാവും അവരുടെ സ്കിന്നിൽ. അപ്പോൾ നമുക്ക് പെയിൻലെസ് ആയിട്ട് പെയിൻ ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് ഗ്ലൈഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമില്ല, ഇതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഫേഷ്യൽ ഹെയർ റിമൂവർ ആയിട്ടുള്ള ചെറിയ മിനി ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അത്തരത്തിലൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഔട്ടർ ലുക്ക് കാണുമ്പോൾ തന്നെ ഇതേപോലൊരു പെണ്ണെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റിയല്ല, ചിലത് പെണ്ണിൻ്റെ എക്സാക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ സൺശ്രീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ആക്ച്വൽ പ്രൈസ് വരുന്നത് 799 ഒക്കെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് അറൗണ്ട് ഒരു 63% ഓഫേഴ്സൊക്കെ ഉണ്ട്. 200 സംതിങ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഫോർ വാട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ പർപ്പസ് ഫേഷ്യൽ ഹെയർസ് നമ്മുടെ ഈ ഒരു ചീക്ക് ഇതല്ലല്ലോ, നെറ്റിയുടെ ഏരിയ, ഫോർഹെഡ് ആൻഡ് അപ്പർ ലിപ്സ് നമുക്ക് ഇതേപോലെ കളയാൻ പറ്റും. നമ്മുടെ ചിന്ന് പറ്റും. അതോടൊപ്പം തന്നെ ചീക്കിൻ്റെ ഏരിയയൊക്കെ നമുക്ക് നന്നായിട്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ബാറ്ററി പവേർഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയാണ്, യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഇച്ചിങ് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ്, റെഡ്നെസ് ഒന്നും അവരുടെ സ്കിന്നിൽ ഒക്കർ ചെയ്യില്ല നമ്മൾ വാക്സ് ഒക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം. പിന്നെ ചിലർ ഫേഷ്യൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വടിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ റേസേഴ്സ് യൂസ് ചെയ്യുമ്പം ബ്രേക്സും കട്ടൗട്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ആക്നീസ് ഒക്കെ ഫോം ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്. നമുക്ക് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബാറ്ററി പവേർഡ് ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ബാറ്ററി ഇതേപോലത്തെ ഒരു നോർമൽ ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററി ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി ഊരി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നാലേ അതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതേപോലെ ആക്കുക. പിന്നെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് കാണാത്തതുകൊണ്ടാണ് ഞാൻ ക്യാപ്പ് കാണിക്കാത്തത്. ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, പെന്നിൻ്റെ പോലത്തെ ഒരു ക്യാപ്പാണ്. എന്നിട്ട് നമ്മൾ അപ്വേർഡ് ഇങ്ങനെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അപ്വേർഡ് ആക്കണം. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റൊക്കെ തെളിയും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആണ് ആപ്ലിക്കേഷൻ വൈസ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർസൊക്കെ നല്ല രീതിക്ക് പോയി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ കയ്യിൽ കാണിക്കുന്നത് എൻ്റെ ഫേസിലൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓവർ ഭയങ്കര സൗണ്ടൊന്നുമില്ല. ഭയങ്കര ഈസിയാണ്. അറ്റ് ദ സെയിം ടൈം ഒട്ടും തന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്താൽ മതി. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വേണം നിങ്ങൾ ഇത് വർക്ക് ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. എങ്ങനെയാണ് യൂസ് ഓഫ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വിക്ക്, ജെൻറ്റിൽ, സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഫോർ വുമൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പോർട്ടബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസിൽ. അതേപോലെ തന്നെ ചീക്ക് ഏരിയയിലും പിന്നെ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഹെയർസ് കളഞ്ഞിട്ട് ഓരോ യൂസിന് ശേഷവും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ഇതെങ്ങനെയാണ് ഊരുന്നത് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. ആ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, കണ്ടില്ലേ? ഹെയർസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെയും ഉണ്ടാവും മേ ബി, അതും നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. എന്നിട്ടേ ഉള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി മുടി ഇതിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് തങ്ങിക്കിടന്നിട്ട് വീണ്ടും നമ്മൾ ഹെയർ റിമൂവൽ ചെയ്യുമ്പോൾ പ്രോപ്പർ വേയിൽ ഹെയർ റിമൂവ് ആയി പോകുകയല്ല കേട്ടോ. ഒട്ടും തന്നെ വേദനയില്ല. അതോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹെയർസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ആ ഒരു ഭാഗം മിഡിൽ പാർട്ട് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഔട്ടർ നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സാണ് വന്നിട്ടുള്ളത്. കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. വെനെവർ വാട്ടെവർ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അൺവാണ്ടഡ് ഹെയർസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ
പോർട്ടബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ വേയിൽ കെയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്കിൻ കെയർ ഫേഷ്യൽ മിനി ഹെയർ റിമൂവർ മെഷീൻ ഫോർ വിമൻ എന്നാണ് പറയുന്നത്. ഇത് ക്ലെയിം ചെയ്തിട്ടുള്ളത് ഫോർ മെൻ എന്നല്ല കേട്ടോ, വുമൻ എന്നാണ്. പക്ഷേ എങ്കിലും മെന്നിനും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ചിൻ, ചീക്ക്, അപ്പർ ലിപ്പ്, ജോ ലൈൻ മാത്രം അല്ലാണ്ട് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ചിലരുടെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് കളയാൻ പറ്റും. അതോടൊപ്പം തന്നെ പേര് പോലെ തന്നെ, അതായത് ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗ്ലൈഡ് അവേ അൺവാണ്ടഡ് ഹെയർസ് എന്ന്. അത് സത്യമാണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ പെയിൻ ഉണ്ടാവില്ല. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 63% ഓഫറിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 299 രൂപയൊക്കെ കൊടുത്താൽ മതി. ആക്ച്വലി വരുന്ന പ്രൈസ് 799 ഒക്കെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇങ്ങനെ ഹെയർ റിമൂവലൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. സോ അവർക്ക് യാതൊരുവിധ പേടിയില്ലാണ്ട് സ്കിന്നിന് ഒരു തരത്തിലുള്ള ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ബേണിംഗ് സെൻസേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ സേഫായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് നല്ല രീതിക്ക് കളയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഇത് ഓരോ യൂസ് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർസ് നന്നായിട്ട് റിമൂവായി കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യാൻ സിമ്പിളാണ്, പ്രൈസ് അഫോർഡബിൾ ആണ്, എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. പോർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, കോമ്പാക്ട് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ യൂസ് ഇറ്റ് വെനെവർ വെയറെവർ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള പാർട്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. മറക്കാതെ ഇന്ന് തന്നെ എല്ലാവരും വാങ്ങിച്ചോളൂ, ഉപകാരപ്പെടും, ഷുവറാണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഹെയർസ് റിമൂവ് ചെയ്യും. അതായത് സ്കിന്നിലേക്ക് ക്ലോസ്ഡ് ആയിട്ട്, നമുക്കറിയാമല്ലോ ഈ ഒരു രീതിക്കാണല്ലോ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഹെയർസ് കളയുന്നത്. ഈ ഒരു മിനി ട്രിമ്മർ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ ഒരു ട്രിമ്മർ വെച്ചിട്ട് കളയുന്നത്. അപ്പോൾ ഒട്ടും തന്നെ പെയിനില്ല, പിന്നെ സ്മൂത്തായിട്ട് നല്ല രീതിക്ക് അൺവാണ്ടഡ് ഹെയർസ് കളയുന്നുണ്ട്. അപ്പോൾ ഫേഷ്യൽ ഹെയർസും അപ്പർ ലിപ്സും ഒന്നും കളയാൻ വേണ്ടി ആരും ഇനിയും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പല വഴികൾ പറ്റി നോക്കി വേദനയൊക്കെ എടുക്കാറുണ്ട്. ചിലർക്ക് ഭയങ്കര റെഡ്നെസ്സും പിന്നെ ബ്രേക്ക് ഔട്ട്സും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് പേടിച്ചിട്ട് തന്നെ ആൾക്കാർ യൂസ് ചെയ്യാതെ ഇരിക്കും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും. സോ ഇതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു ട്രിമ്മർ, ഫേഷ്യൽ ട്രിമ്മറാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മിനി ഫേഷ്യൽ ഹെയർ റിമൂവൽ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ബ്രാൻഡിൻ്റെ നെയിം മറക്കണ്ട, സൺസ്ക്രീൻ എന്നാണ്. അപ്പോൾ എക്സാക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡേറ്റാസ് കൊടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.